റാപ്പർ വേടനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. വേടന് വേണ്ടിയുള്ള അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. പരാതിക്കാരിയും വേടനും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, പോലീസ് അന്വേഷണം ഏതു വഴിക്കാണ്? നിഷാദ്, യുവ ഡോക്ടർ നൽകിയ പരാതിയിലായിരുന്നു റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്കെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തിരുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. ഈ സാഹചര്യത്തിലാണ് വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് കരുതുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ വേടൻ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിൽ ഇൻഫോ പാർക്ക് SHO ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ പോലീസ് വേടന്റെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടത്താനിരുന്ന പരിപാടി റദ്ദാക്കിയിരുന്നു. ഈ പരിപാടിക്ക് വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ തീരുമാനം. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഈ പരിപാടി വേടൻ എത്തില്ല എന്ന് അറിയിച്ചിരുന്നത്. അതായത് നിലവിൽ പോലീസ് പറയുന്നത് വേടൻ ഒളിവിലാണ് എന്നാണ്. 2 ആഴ്ച മുൻപാണ് ഇത്തരത്തിൽ വേടനെതിരെ യുവ ഡോക്ടർ മുൻ സുഹൃത്ത് പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. തന്നെ 3 സ്ഥലത്ത് കോഴിക്കോടുമൊപ്പം ഏലൂർ, കൊച്ചി എന്നിവിടങ്ങളിലും എത്തിച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. ലഹരി അടക്കം ഉപയോഗിച്ച് പീഡിപ്പിച്ചു എന്നും പരാതിയിലുണ്ടായിരുന്നു. ഒപ്പം സാമ്പത്തിക ഇടപാടുകളും തന്നിൽ നിന്ന് 31,000 രൂപ പലപ്പോഴായി വേടൻ വാങ്ങിയിരുന്നു എന്നും പോലീസിന് നൽകിയ പരാതിയിലുണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 18-ാം തീയതിയാണ് വീണ്ടും ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ നേരത്തെ ഈ ഹർജി ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ നോട്ട് അറസ്റ്റ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് വേടനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നാണ് പോലീസിന്റെ തീരുമാനം. അത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ പിന്നീട് അത് വലിയ വിമർശനത്തിന് വഴിയൊഴുക്കുമെന്നും പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേടനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന്റെ അടുത്ത നടപടി. ഒപ്പം തന്നെ ഈ യുവതി നൽകിയ പരാതിയിൽ വേടന്റെ സുഹൃത്തുക്കളായ ചില റാപ്പർമാർക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു, വേടന്റെ ചില സുഹൃത്തുക്കൾക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നും മൊഴി നൽകിയിട്ടുണ്ട്. റാപ്പർ ഡബ്സി അടക്കമുള്ളവരുടെ പേരുകൾ ഈ പരാതിയിലുണ്ട്. അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുകയാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. ഒപ്പം തന്നെ യുവതിയുടെ ചില സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വേടനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നതാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ വേടൻ ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാതിരിക്കാനുള്ള മുൻകരുതലുകളുടെ ഭാഗമായാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസിൽ വേടന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നു. പിന്നീട് ഉപാധികളോടെ അത് വിട്ടു നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വേടൻ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലീസ് കരുതുന്നത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിലവിൽ വേടൻ എവിടെയാണെന്ന് പോലീസിന് അറിവില്ല. വേടൻ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. നിഷാദ്.